ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 2018 സുപ്രീം കോടതി വിധി മുതൽ ഇങ്ങോട്ട് കേരളം കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങളാണ്. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നിലപാട് ഈ പോരാട്ടത്തിന് പുതിയ മാനം നൽകിയിരിക്കുന്നു. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങളിൽ കോടതി ഇടപെടരുതെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേസിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കാനിരിക്കെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഈ വാദമുഖങ്ങൾ വിധിയിൽ നിർണായകമാകും. ശബരിമലയിലെ യുവതി പ്രവേശനത്തെ പാടെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സുപ്രീം കോടതിയിൽ രേഖാമൂലം വാദം സമർപ്പിച്ചത്. ശബരിമലയിലെ പ്രതിഷ്ഠയുടെ സ്വഭാവം അതീവ പ്രധാനമാണ്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതിനാലാണ് 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാത്തത്. ഇത് നൂറ്റാണ്ടുകളായി ഭക്തർ പാലിച്ചു പോരുന്ന വിശ്വാസമാണ്. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ഭക്തർ ഈ ആചാരത്തെ ബഹുമാനിക്കുന്നു. ഇതാണ് കേന്ദ്രം ഉയർത്തുന്ന പ്രധാന വാദം. കൂടാതെ ഒരു ആരാധനാമൂർത്തിയുടെ സ്വത്വമോ വ്യക്തിത്വമോ പരിശോധിക്കാൻ കോടതികൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനയിലെ അനുച്ഛേദം 25 പ്രകാരം മതപരമായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. പാശ്ചാത്യ രാജ്യങ്ങളിലെ കോടതി വിധികളെ കണ്ണടച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും കേന്ദ്രം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. യുവതി പ്രവേശനം അനുവദിച്ചാൽ ശബരിമലയിലെ ആരാധനാ ക്രമങ്ങളിലും ക്ഷേത്രത്തിന്റെ തനിമയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ക്ഷേത്രത്തിന്റെ അന്തസത്തയെ ബാധിക്കും. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള വിശ്വാസകാര്യങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടു. ഈ കേസിൽ ഹർജി നൽകിയ സംഘടനയെക്കുറിച്ചും കേന്ദ്ര സർക്കാർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയ്ക്ക് ശബരിമലയിലെ അയ്യപ്പനെ കുറിച്ചോ അവിടുത്തെ തന്ത്രവിദ്യകളെ കുറിച്ചോ എന്തറിവാണുള്ളതെന്ന് കേന്ദ്രം ചോദിക്കുന്നു. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തർ ഈ ആചാരത്തെ ബഹുമാനിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം തകർക്കരുത്. ശബരിമലയുടെ ആരാധന സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു. 2006 ശബരിമല കേസിന്റെ തുടക്കം. യങ് ലോയേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിലൂടെ 10 മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകളുടെ പ്രവേശന വിലക്കിനെ ചോദ്യം ചെയ്തു. നീണ്ട 12 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 2018 സെപ്റ്റംബർ 28 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചരിത്രപരമായ ആ വിധി പുറപ്പെടുവിച്ചു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാം. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യാവകാശവും ലിംഗനീതിയും ഉയർത്തിപ്പിടിച്ചായിരുന്നു ആ വിധി. എന്നാൽ ഈ വിധി കേരളത്തിൽ സൃഷ്ടിച്ചത് അപ്രതീക്ഷിതമായ തരംഗങ്ങളായിരുന്നു. വിധി വന്നതിന് പിന്നാലെ കേരളം അക്ഷരാർത്ഥത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. ആചാര സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി ലക്ഷക്കണക്കിന് ഭക്തർ തെരുവിലിറങ്ങി. നാമജപ ഘോഷയാത്രകൾ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളെ ഇളക്കിമറിച്ചു. പമ്പയിലും നിലയ്ക്കലിലും സംഘർഷങ്ങൾ പതിവായി. നട തുറന്ന ഓരോ ഘട്ടത്തിലും യുവതികളെ പ്രവേശിപ്പിക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ ഭക്തരുടെ പ്രതിഷേധത്തിന് മുന്നിൽ തടസ്സപ്പെട്ടു. സർക്കാരിന്റെ നിലപാടിനെ പിന്തുണച്ച് വനിതാ മതിൽ ഉയർന്നപ്പോൾ മറുവശത്ത് വിശ്വാസ സംരക്ഷണത്തിനായി ലക്ഷക്കണക്കിന് അയ്യപ്പ ജ്യോതികൾ തെളിഞ്ഞു. പ്രതിഷേധങ്ങൾക്കിടയിൽ പലയിടത്തും അക്രമങ്ങൾ അരങ്ങേറി. പോലീസ് ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും വരെ നീണ്ട ആ ദിനങ്ങൾ കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളായി മാറി. അന്ന് സംസ്ഥാന സർക്കാർ വിധി നടപ്പിലാക്കാൻ ഉറച്ചു നിന്നപ്പോൾ ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിശ്വാസികൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. കേന്ദ്രത്തിന്റെ വാദത്തിലെ പ്രധാന പോയിന്റുകൾ കേരളത്തിലെ പ്രതിഷേധക്കാരുടെ അതേ വികാരമായിരുന്നു പ്രതിഫലിപ്പിച്ചിരുന്നത്. 9 അംഗ ബെഞ്ച് വാദം കേൾക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിധിയിലേക്കല്ല. മുസ്ലിം പള്ളിയിലെ സ്ത്രീ പ്രവേശനം, പാഴ്സി സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ശബരിമല വിധി തിരുത്തപ്പെട്ടാൽ അത് രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലാകും. അന്ന് നിലയ്ക്കലിലും പമ്പയിലും മുഴങ്ങിയ നാമജപങ്ങൾ ഇന്ന് സുപ്രീം കോടതിയുടെ ഇടനാഴികളിൽ നിയമയുദ്ധമായി തുടരുകയാണ്. ശബരിമല കേസിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കേവലം ഒരു നിയമവാദം മാത്രമല്ല, അത് വരാനിരിക്കുന്ന വലിയൊരു സാമൂഹിക രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ശബരിമല കേസ് ഇപ്പോൾ കേവലം ഒരു ക്ഷേത്രത്തിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട തർക്കമല്ല. അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി മാറിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് പുറപ്പെടുവിക്കാൻ പോകുന്ന വിധി വരും തലമുറകൾക്ക് മതവും നിയമവും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ കൃത്യമായ ദിശാസൂചികയായിരിക്കും. കേന്ദ്രത്തിന്റെ ഈ നിലപാട് കേരളത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്കിനി കണ്ടറിയാം.